RobMyShow ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കനകക്കുന്ന് പാലസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം കേരളത്തിലെ നമ്മുടെ KSEB ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. രൂപീകരിച്ചിട്ട് 65 വർഷങ്ങൾ കഴിഞ്ഞു. ആ സമയത്ത് തന്നെ മാർച്ച് 7 എന്ന് പറയുന്ന ദിവസമാണ് ഇത് രൂപീകരിച്ചിട്ട് 65 വർഷങ്ങൾ കഴിയുന്നത്. ഇന്ന് ടാറ്റ മോട്ടോഴ്സ് 65 വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രിക് ആയിട്ടുള്ള ടിഗോർ വാഹനങ്ങൾ KSEBക്ക് വേണ്ടി കൈമാറുകയാണ്. അങ്ങനെ ഒരു വലിയ ഫ്ലാഗ് ഓഫ് ഫംഗ്ഷനാണ് ഇന്ന് നടക്കുന്നത്. ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും ഇലക്ട്രിസിറ്റി മിനിസ്റ്ററും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ KSEBയുടെ മാനേജിംഗ് ഡയറക്ടർ B അശോക് സാർ ഒക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 65 പുതിയ വാഹനങ്ങൾ, ടാറ്റയുടെ ടിഗോർ ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരന്ന് കിടക്കുന്നത്. ഈ ഒരു കാഴ്ച തന്നെ വളരെ നയന മനോഹരമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് ഈ ഫ്ലാഗ് ഓഫ് ഫംഗ്ഷനും അതുപോലെ തന്നെ വാട്ടർ സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ട്രിവാൻഡ്രത്തുള്ള ഗവൺമെൻറ് ഓഫീസുകൾ 7 സ്ഥലത്തേക്ക് പല ഗ്രൂപ്പുകളായിട്ട് ഈ വാഹനങ്ങൾ ഒരു ജാഥ പോലെ കടന്നു പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക അതിഥിയുണ്ട്. KSEBയുടെ ചെയർമാനായിട്ടുള്ള B അശോക് സാറാണ്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമസ്കാരം സാർ. നമ്മളിവിടെ ഉള്ളത് KSEBയുടെ മാനേജിംഗ് ഡയറക്ടറാണ് B അശോക് സാർ. അപ്പം സാറേ, ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമാണ്. 65 വാഹനങ്ങൾ ഈ ഒരു ഫ്ലീറ്റ് കംപ്ലീറ്റ് KSEBയിലേക്ക് വരുവാണ്. പ്രത്യേകിച്ച് ടാറ്റയുടെ വാഹനങ്ങളാണ്, ഇലക്ട്രിക് വാഹനങ്ങളാണ്, ടിഗോറാണ് വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ടാറ്റ ഞങ്ങൾ ഓഫർ ചെയ്ത നാഷണൽ വൈഡ് ടെൻഡറിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈ കാറ്റഗറി ഓഫ് വെഹിക്കിൾസിന് ഓഫർ ചെയ്തത് ടാറ്റയാണ്. മാത്രമല്ല ടാറ്റ ഈ വെഹിക്കിൾസിലൊരു പൈനിയറിംഗ് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടാറ്റയിൽ നിന്നും ഈ വാഹനങ്ങൾ എടുത്തിട്ടുള്ളത്. ഒരു ഗവൺമെന്റ് എന്താണ് നമ്മുടെ ഒരു സാധാരണ ടാറ്റയുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഒരു നാഷണാലിറ്റി എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും റീസൺ ബിഹൈൻഡ് ആയിട്ടുണ്ടോ? ഇല്ല, കോസ്റ്റ് ഫാക്ടർ തന്നെയാണ്. ഞങ്ങൾക്ക് ഓഫർ ചെയ്ത പ്രൈസസ് ലക്ഷക്കണക്കിന് ലക്ഷത്തോളം രൂപയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, നല്ലൊരു ഡിഫറൻസ് തന്നു അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ടാറ്റ എന്ത് പറഞ്ഞാൽ ആ ഒരു നമ്മുടെ ഗവൺമെന്റ് കാര്യത്തിൽ എങ്ങനെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ല, ടാറ്റ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് നല്ലപോലെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള നമ്പർ തരാനുള്ള എഫേർട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ മാർക്കറ്റ് പൊതുവെ ഇപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരെ മെച്ചുവർ ആണല്ലോ. എല്ലാ ഫേമും അതാണ്. പക്ഷേ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇപ്പോൾ ടാറ്റയ്ക്കാണ്. ഓക്കെ, അതാണ്. അതുമല്ല, നമുക്കൊരു ഒതുങ്ങിയ വണ്ടി അല്ലേ? നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ കപ്പാസിറ്റി, നമുക്ക് വേണ്ട എഫേർട്ട് ചില കാറ്റഗറിയിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള വണ്ടി ഇപ്പോഴും മാർക്കറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിപ്സിയുടെ ഇക്വലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇല്ല. വന്നെങ്കിലേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള വാഹനങ്ങൾ ടാറ്റയിൽ തന്നെ റീപ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇത് വെഹിക്കിൾ പുൾ ചെയ്യും. പക്ഷേ നമുക്കിപ്പോഴും അത്തരം ഹൈ റേഞ്ചിൽ ഓടുന്നതും ഹൈഡൽ പ്രോജക്റ്റിൽ ഓടുന്ന 4 വീലുകൾക്ക് പറ്റിയൊരു വണ്ടി ഇല്ലെന്ന് നമ്മുടെ ജീപ്പിന് പകരമായിട്ട് വെക്കാൻ അല്ലേ? ഇപ്പൊ ഇല്ലെന്നാണ് ഞങ്ങളുടെ യൂണിറ്റുകൾ പറയുന്നത്. ചാർജിംഗ് സ്റ്റേഷൻസിന്റെ ഒരു പ്ലാൻ. ചാർജിംഗ് സ്റ്റേഷൻ 1200 ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. 51 4 വീലർ, 1100 പരം 2 വീലർ 3 വീലർ ചാർജിംഗ് സ്റ്റേഷൻസ്, മിക്കവാറും പോൾ മൗണ്ടഡ് ഒക്കെയാണ്. അതൊരു 10,000 എണ്ണമായിട്ട് വർദ്ധിപ്പിക്കാനുള്ള പ്രോജക്ട്സ് ഇപ്പം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞ 1200 എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ സ്റ്റേറ്റിൽ കിട്ടും. ഒരു ഡിസ്ട്രിക്ട് വൈസ് എത്ര എണ്ണം അങ്ങനെയുള്ള പ്ലാൻ? എല്ലാ നിയോജക മണ്ഡലത്തിലും 5 എണ്ണം. നമ്മുടെ കേരള സർക്കാരിന്റെ ഇലക്ട്രിഫിക്കേഷന്റെ ഒരു നയം എന്താണെന്ന് പറയും സാറേ? വെച്ചാൽ നമ്മുടെ മൊത്തം ഡിമാൻഡിന്റെ ഇപ്പൊ ഏകദേശം 150 മില്യൺ യൂണിറ്റ് ആണ് ഒരു വർഷം പുറത്തുള്ള രജിസ്റ്റേർഡ് വെഹിക്കിൾസ് കൺസ്യൂം ചെയ്യുന്നത്. മിക്കവാറും എല്ലാം കേരളത്തിൽ തന്നെ ആണെങ്കിൽ അതൊരു 300 ആവും, 400 ആവും. 400 മില്യൺ യൂണിറ്റിൽ നിന്ന് 500 മില്യൺ യൂണിറ്റ് വരെ ഒരു വർഷം ഇപ്പോൾ ഇനി കൺസ്യൂം ചെയ്താണ്. അത് പടിപടിയായിട്ട് 5 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി വിൽപ്പനയുടെ ഒരു 1/3 ഇലക്ട്രിക്കിലേക്ക് നീങ്ങും. കാരണം ഇന്നിപ്പം 20 രൂപ പെട്രോൾ ഡീസലിന് കൂടാൻ പോകുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ 1 രൂപ ട്രാക്ഷൻ എന്ന് പറയുന്നത് വൈദ്യുതി ചാർജ് ഇത്തിരി കൂടിയാൽ പോലും 1.25 രൂപയ്ക്ക് ട്രാക്ഷൻ നടത്തുന്നതിൻ്റെ സ്ഥാനത്ത് ഡീസലിന് ഇനിയിപ്പോൾ ഒരു 8 രൂപയെങ്കിലും ആവും. അതെ, ഒരു വളരെ ചുരുങ്ങിയ ചിലവിൽ 8-1. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു സോളാർ പ്ലാന്റ് 3 ലക്ഷം രൂപ കൊടുത്തൊരു സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ വണ്ടിയുടെ ക്യാപിറ്റൽ, അതായത് വാഹനം എടുക്കാൻ ഉപയോഗിച്ച് ഇപ്പോൾ 10 ലക്ഷം രൂപ ചിലവിട്ട് വാഹനം എടുത്താൽ ആ ലോൺ അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതാണ്ട് ആ ലോൺ അടയ്ക്കുന്ന പീരീഡിൽ തന്നെ നമുക്ക് ഈ ഡീസൽ ഇലക്ട്രിക് ഡിഫറൻസിൽ നിന്ന് തന്നെ ആക്ച്വലി പേ ഓഫ് ആവും. 4ാമത്തെ കൊല്ലം കഴിയുമ്പോൾ വണ്ടി ഫ്രീ ആണ്. അതിന്റെ എനർജൈസേഷനും ഫ്രീ ആണ്. അതുപോലെ ചാർജ് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് പണ്ട് ഈ ഒരു ഇതിന് അത്രയും മെയിൻ്റനൻസും ഇല്ല. ഓക്കെ. പ്രാക്ടിക്കലി നമ്മൾ മനസ്സിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 പേരുള്ള ഒരു ഫാമിലി ഇപ്പോൾ ഈ ഒരു 800 cc അല്ലെ 1000 cc ഇക്വലൻ്റ് ഒരു വാഹനം ഉപയോഗിച്ചാൽ സോളാറും കൂടി വെച്ചാൽ ഇപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് കാർ എടുത്തു, 3 ലക്ഷം രൂപയ്ക്ക് ഒരു സോളാർ പ്ലാന്റും കൂടെ മുകളിൽ വെച്ചാൽ 4ാമത്തെ കൊല്ലം മുതൽ ട്രാൻസ്പോർട്ട് ഫ്രീ ആണ്. ഓക്കെ. ഇനി നമുക്ക് കുക്കിങ്ങും കൂടെ നമുക്ക് ഇൻഡക്ഷൻ പ്രോപ്പർ ഇലക്ട്രിക് ഇൻഡക്ഷൻ സ്റ്റൗവും കൂടെ യൂസ് ചെയ്താൽ ഗ്യാസിൻ്റെയും കൂടെ ലാഭിക്കാം. അപ്പോൾ അങ്ങനെ നോക്കും. എനിക്ക് തോന്നുന്നു ഒരു 14,000 രൂപ 15,000 രൂപയെങ്കിലും ഒക്കെ അത്യാവശ്യം കൂടുതൽ വണ്ടി ഓടുന്നവർക്ക് ലാഭം കിട്ടും. ഓക്കെ. അങ്ങനെ ഒരു എനർജി സേവിങ് നമുക്ക് കിട്ടുന്നുണ്ട്. പെട്രോളിയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഓൺ ആൻ ആവറേജ് 15,000 രൂപ കൂടുതലായിരിക്കും ചിലവ്. ഓക്കെ. അതുപോലെ നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഇതിലോട്ട് മാറുമ്പോൾ അതിനുള്ള അഡ്വാൻസ് നാച്ചുറലി.
ഈ 65 വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത് എന്ത് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ആദ്യത്തെ സ്റ്റേജിലെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ 20 വർഷത്തിൽ പരമായിട്ടുള്ള പിന്നെ എപ്പോൾ വേണമെങ്കിലും കണ്ടം ചെയ്യാവുന്ന ഡീസൽ വാഹനങ്ങളുടെ സ്ഥാനത്തോട്ടാണ് ഇൻജക്ട് ചെയ്യുന്നത്. അങ്ങനെ അതായത് ഫ്യൂൽ എഫിഷ്യൻ്റ് അല്ലാത്ത വാഹനങ്ങൾ റീപ്ലേസ് ചെയ്ത് പോവുക. പിന്നെ ഇത് ഞങ്ങൾക്ക് പലിശ കുറഞ്ഞ ഒരു ലോൺ കിട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എത്തിയത്. ആ ലോൺ തുകയ്ക്ക് എടുക്കാവുന്നതാണ് എടുത്തിരിക്കുന്നത്. അത് വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് വാഹനത്തിന്റെ വിലയും കുറയും. ഡിമാൻഡ് കുറയണമല്ലോ. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയുള്ളൊരു ഒറ്റ ചോദ്യം കൂടെ, പ്രൈവറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം പ്ലേസിൽ നമുക്ക് KSEB നമുക്ക് എങ്ങനെയാണ് സാർ സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലെ ചാർജിങ് സ്റ്റേഷൻസിന് വേണ്ടി പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ ഞങ്ങൾ ഈ റോൾ ഔട്ട് ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളുടെ സ്ഥലങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള ഒരു ഓഫർ ഇപ്പോൾ വരും. വിത്തിൻ 2 months ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പേപ്പേഴ്സും കൂടെ ശരിയാവാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ആർക്കും ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാം. KSEB ട്രാൻസ്ഫോമറിൽ നിന്ന് പവർ തരും. അതിൻ്റെ കോസ്റ്റ് ഡിഫറൻഷ്യൽ അതൊരു ബിസിനസ്സും ഒരു വരുമാന മാർഗവും കൂടി തന്നെയാണ്. അതിലോട്ട് വരാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ചാർജിങ് സ്റ്റേഷൻ ഒരു കൺസ്ട്രെയിൻ്റ് ആവില്ല. കാരണം ഇനി വരുന്ന മോഡൽസ് എല്ലാം തന്നെ വീട്ടിൽ വെക്കാവുന്ന തന്നെ ചെറിയ ട്രാൻസ്ഫോമർ യൂണിറ്റും ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 2 ബാറ്ററി യൂണിറ്റുകൾ, ബാറ്ററിയുടെ കോസ്റ്റ് വീഴുമ്പോൾ 2 ബാറ്ററി യൂണിറ്റും കിട്ടും. ഒരെണ്ണം ചാർജിൽ ഇടുക, മറ്റേത് ഓടിക്കുക, തിരിച്ച് വീട്ടിൽ ചെന്ന് മറ്റവനെ എടുത്ത് പോവുക, സംവിധാനവും കിട്ടും. പ്രത്യേക നിരക്കുണ്ട്, നമുക്ക് പ്രത്യേക നിരക്കുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ പുതിയ ടാരിഫിൽ അത് പുതിയതായിട്ട് ഫിക്സ് ചെയ്ത് വരും. അപ്പോൾ ഏറെ സന്തോഷം സാറേ, നമുക്ക് വേണ്ടി ഇത്ര സമയം. താങ്ക് യു സോ മച്ച്. പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു ചടങ്ങ് കനകക്കുന്ന് പാലസിൽ കഴിഞ്ഞ് വാഹനങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 7 ലൊക്കേഷനിലേക്കാണ് അവിടുന്ന് വാഹനങ്ങൾ പോയത്. പല ഗവൺമെൻറ് ഓഫീസുകളിലേക്കാണ് പോയത്. അപ്പോൾ ഒരു ടീം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ വന്ന ഒരു വാഹനമാണ് കിടക്കുന്നത്, നെക്സോൺ ആണ് കിടക്കുന്നത്, ഇലക്ട്രിക് ആണ് കിടക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള അവരുടെ ആ ബ്ലൂ കളറിലുള്ള വാഹനം തന്നെയാണ്. ബ്ലൂ അല്ല, ഒരു ഗ്രീൻ, ഒരു അക്വ കളറിലുള്ളൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ബീക്കൺ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ആ ഒരു സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ EVയുടെ എല്ലാം പച്ച കളറുള്ള ബാഡ്ജിങ് ആണെന്ന് അറിയാലോ. അപ്പം ഇതൊക്കെ KSEBിലെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇതേപോലെ 65 വാഹനങ്ങളാണ് ഇവിടെ വരാനുള്ളത്. ഇപ്പം പല വാഹനങ്ങൾ പല സെറ്റായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കും. അപ്പം എല്ലാ വാഹനങ്ങളും വന്നതിന് ശേഷം നമുക്ക് ആ കാഴ്ചകൾ നിങ്ങൾ ഒരിക്കൽ കൂടെ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ 65 വാഹനങ്ങൾ അടുക്കിയിട്ടിരിക്കുകയാണ്. KSEB എന്നുള്ള റൈറ്റിങ്ങിലാണ് അടുക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് നിലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. എങ്കിലും നമുക്കൊരു 65 കാറുകൾ ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. അപ്പം ഏറെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വണ്ടിയാണ് ആദ്യം നെക്സോൺ കംപ്ലീറ്റ് കൊണ്ടിരുന്നത്. നേരത്തെ പണ്ട് ബൊലോറോ ആയിരുന്നു. ഇപ്പോൾ നെക്സോൺ കണ്ടാലും പേടിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം വീണ്ടും ഇത് KSEBയുടെ വാഹനം ഇച്ചിരി നല്ല ക്യൂട്ടറായിട്ടുള്ള, പ്രത്യേകിച്ച് എല്ലാം ഒരേ കളർ തീമിലുള്ള, കാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു കളർ കോഡ് തന്നെയാണ് ഈ ബ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതേ സെയിം കളറുള്ള 65 വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുകയാണ്. KSEBയുടെ സ്റ്റിക്കറുകളെല്ലാം ഉണ്ട്. 1912 അവർ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗവൺമെൻറ് തലത്തിലൊക്കെ നോക്കുമ്പോഴത്തേന് എല്ലാം ഈ പുതിയ വരുന്ന തലമുറ ഈ ഫോസിൽ ഫ്യൂൽസിനെ കംപ്ലീറ്റ്, ഡീസൽ പെട്രോളൊക്കെ എന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒത്തിരി മലിനീകരണം തോത് കൂടുന്നതുകൊണ്ട് നമുക്ക് നാട്ടിനും നഗരത്തിനൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ എനർജിയിലേക്ക്, അത് റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ചാർജിങ് എന്ന് പറയുന്നത് എന്താ പറയുക, ബാറ്ററി വഴി നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പുകയോ മലിനീകരണങ്ങളും ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ ഇത് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സീറോ, അതായത് നമുക്ക് ആ ഒരു ഇൻസ്റ്റാളേഷന് മാത്രമേ പൈസ ആകുന്നുള്ളൂ. അപ്പോൾ സീറോ എമൗണ്ടിന് നമുക്ക് കറണ്ട് ലഭിക്കുകയും ഈ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫ്യൂച്ചറിലേക്കാണ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. അപ്പോൾ KSEB ഗവൺമെൻറ് സംരംഭങ്ങൾ ഇത്ര തരത്തിലുള്ള പ്രൊമോഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമുക്കുമൊക്കെ ഒരുപാട് പ്രചോദനമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒക്കെ ഇവർ മുൻകൈ എടുത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവരട്ടെ. അതുപോലെ തന്നെ അടുത്ത കാലഘട്ടത്തിൻ്റെ ഇലക്ട്രിഫിക്കേഷനിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം RobMyShow.